എവിടെ എല്ലാവരും? ഇവിടെ ശ്രുതിയാണ് കേട്ടോ. എനിക്ക് നല്ല കോൾഡും ചുമയും ഒക്കെയാണ്. കുറച്ച് ദിവസത്തെയും ഇന്നത്തെയും വോയിസ് ഓവറിലും സംസാരത്തിലും ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചിലപ്പം കേൾക്കാൻ പറ്റും. ശ്വാസം എടുക്കുമ്പോഴൊക്കെ കുറച്ച് വിങ്ങലൊക്കെ ഉണ്ട്. ഈ വീക്കെൻഡിൽ നമ്മുടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് പെട്ടിക്കകത്താക്കി സ്റ്റോറിൽ വെച്ചു. ഒരു 2-3 മണിക്കൂറിൻ്റെ പരിപാടിയായിരുന്നു അത് അങ്ങനെയെങ്കിലും എനിക്ക് തീർക്കാൻ പറ്റിയത്. ഞാനത് ഒറ്റയ്ക്കല്ല ചെയ്തത്. എൻ്റെ 2 മക്കൾ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അവർക്ക് 6 വയസ്സായി. അവർ ട്വിൻസാണ്. ഓരോ പ്രായത്തിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. മാക്സിമം അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ഞാൻ അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ അവരെ കൊണ്ട് ചെയ്യിക്കും. ഇതുപോലെയുള്ള നാടുകളിലൊക്കെ നമ്മൾ താമസിക്കുമ്പോൾ പ്രത്യേകിച്ച് അത് ഭയങ്കര അത്യാവശ്യമാണ്. ഇവിടെയൊക്കെ ഉള്ളവർ മാക്സിമം അവരുടെ കാര്യങ്ങൾ തനിയാണ് ചെയ്യുന്നത്. എല്ലാം ചെയ്യാൻ പറ്റുന്നതെല്ലാം. ഒരു വീടൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അതിശയിക്കും. പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെപ്പോലുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളും പല കാര്യങ്ങളും തനിയെ ചെയ്ത് പഠിക്കും. അപ്പോൾ കുഞ്ഞിലേ മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പറ്റുന്നത് പോലെയുള്ള ട്രെയിനിങ് കിട്ടുന്നത് നല്ലതല്ലേ. പിന്നെ ഏത് നാട്ടിലാണെങ്കിലും നല്ല കാര്യങ്ങൾ കാണുമ്പോൾ കോപ്പി ചെയ്യാൻ പറ്റുന്നത് കോപ്പി ചെയ്യുന്നതിലും തെറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഒന്നിച്ച് ചെയ്തത് ഞാനൊരു കുട്ടി വീഡിയോ ആക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം നിങ്ങളെ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ആ ട്രീയിലുണ്ടായിരുന്ന ഫുൾ ബോൾസും പിന്നെ അവിടെ ഇവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം അവരാണ് കേട്ടോ എനിക്ക് എടുത്ത് തന്നത്. മിക്കതും ഈ ഗ്ലാസിൻ്റെ ബോൾസാണ് അതിൽ നമ്മൾ തൂക്കുന്നത്. അപ്പോൾ അത് പൊട്ടാതെ എടുക്കണം. പക്ഷേ ഒരെണ്ണം പോലും അവർ പൊട്ടിച്ചില്ല. എല്ലാം വൃത്തിയായിട്ട് അവരെ എടുത്ത് കൊണ്ടുവന്ന് സേഫായിട്ട് കവറിലും ബോക്സുകളിലും ഒക്കെ ആക്കി വെക്കുന്നുണ്ടായിരുന്നു. അവരെ കൊണ്ട് എടുക്കാൻ പറ്റാത്തത് മാത്രമാണ് ഞാൻ എടുത്ത് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ലൈറ്റ്സൊക്കെ ഊരാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിന്ന് കൊടുത്തതേ ഉള്ളൂ. അവരാണ് അതെല്ലാം ചെയ്തത്. ഇങ്ങനെ 3 പെട്ടിയിലാക്കി. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ കണ്ടോ, നമ്മുടെ കുട ചുരുക്കുന്നത് പോലെ ചുരുക്കി ബാക്കി എല്ലാ ഐറ്റംസും ഇതുപോലെ ബോക്സിലാക്കി നമ്മൾ വെളിയിൽ സ്റ്റോറിൽ കൊണ്ടുവച്ചു. ഇങ്ങനെ ഇരുന്ന് ലിവിങ് റൂമിൻ്റെ ഏരിയ ഇപ്പോൾ കാലിയായി.